കോഴിക്കോട് തിരുവമ്പാടി കെ.എസ്.ഇ.ബി. ഓഫീസ് ആക്രമണ കേസിലും ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിലും റിമാൻഡിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലും സഹോദരനും ഇന്ന് ജാമ്യാപേക്ഷ കൊടുക്കും. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മിഥില, വിശദാംശങ്ങൾ പറയൂ. എസ്.കെ.എൻ. ഈ തിരുവമ്പാടി കെ.എസ്.ഇ.ബി. ഓഫീസ് ആക്രമിച്ചതിലും ഒപ്പം തന്നെ ജീവനക്കാരെ മർദ്ദിച്ച കേസിലും റിമാൻഡിലാണ് അജ്മലും സഹോദരനും. ഇവരിന്ന് ജാമ്യാപേക്ഷ നൽകും. താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുക. മാത്രമല്ല, ഇവരുടെ കുടുംബം ഈ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഉപഭോക്തൃ കോടതിയെ ഇന്ന് സമീപിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഇന്നലെ ഉണ്ടായ പ്രതിഷേധമാണ്. ജീവനക്കാരുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്നലെ തിരുവമ്പാടി ടൗണിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രകടനം നടത്തി. മാത്രമല്ല, കെ.എസ്.ഇ.ബിക്ക് എന്താണ് ഇതിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇതിൽ കെ.എസ്.ഇ.ബിക്ക് പറയാനുള്ളത് എന്ന ഒരു വിശദീകരണ യോഗവും അവിടെ നടത്തുകയുണ്ടായി. അതിൽ ഈ വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം എന്നത്, സംഘടനാ നേതാക്കൾ പറഞ്ഞ ഒരു കാര്യം, ഇത്തരം ഒരു പ്രശ്നമുണ്ടായപ്പോൾ സമൂഹത്തിന് ഒരു സന്ദേശം നൽകാൻ വേണ്ടി മാത്രമാണ് ഈ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് എന്ന ഒരു ന്യായീകരണമായിരുന്നു ഈ ഒരു കെ.എസ്.ഇ.ബി. തൊഴിലാളി സംഘടനാ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മറ്റൊന്ന്, കെ.എസ്.ഇ.ബി. എം.ഡി ബിജു പ്രഭാകറിനെതിരെ CPM രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ആൾ ചെയ്ത തെറ്റിന്റെ പേരിൽ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് CPM ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നും വാർത്തയിൽ നിറയാൻ സാധ്യതയുള്ള ഒരു വിഷയം തന്നെയാണ് കെ.എസ്.ഇ.ബി. ഓഫീസ് ആക്രമിച്ചതും ഒപ്പം തന്നെ ജീവനക്കാർക്ക് നേരെയുണ്ടായ മർദ്ദനവും. ഇന്ന് 11 മണിയോടെ ഈ കോടതിയിൽ, താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ ഈ പ്രതികൾ, റിമാൻഡിലുള്ള രണ്ടുപേരും സമർപ്പിക്കും. എസ്.കെ.എൻ. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ.